ഓക്കെ, അറ്റൻഡൻസ് വിളിക്കാം. അവരവരുടെ ഐഡി വിളിക്കുമ്പം എല്ലാവരും പ്രസന്റ് പറഞ്ഞേക്കണേ. കലിപ്പൻ കാന്താരി, ഡൂക്ക് ലവർ, ഇച്ചായന്റെ പെണ്ണ്. ഓക്കെ, മൊബൈൽ കൊണ്ടുവരാത്തവരൊക്കെ എണീറ്റോ? മൊബൈൽ ഇല്ലാണ്ട് നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നേ? ഈ എക്സ്പ്രഷൻ അല്ല അവിടെ ഇടേണ്ടത്. എമോഷൻ ആയിട്ട് വേണം അതിൽ ചെയ്യാനായിട്ട്. ഇങ്ങനെ റീൽ ചെയ്താൽ എങ്ങനെ നീ 1 മില്യൺ അടിക്കും? ഈ റീൽസ് എടുക്കുന്നതും കോണ്ടന്റ് ക്രിയേഷനും ഇതൊക്കെ പഠിച്ച് ഫ്യൂച്ചറിൽ ഒരു ഇൻഫ്ലുവൻസർ ആവുക. അതൊക്കെ ഞങ്ങളുടെ കാലത്തൊക്കെ എന്ന് പറയുമ്പോഴേ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് പണിച്ചു റീച്ച് കിട്ടുന്നതും ഫോളോവേഴ്സ് കിട്ടുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ അത് ടോപ്പിക്കായിട്ട് പഠിക്കാൻ തന്നെയുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുമെന്ന് പറയത്തില്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ റീൽസ് എടുക്കണം, എങ്ങനെ ട്രെൻഡിങ് ആവുന്നൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ ഇന്നലെ ഞാൻ തന്ന ഹോംവർക്കിൽ ഏറ്റവും നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് വന്നത് ഡൂക്ക് ലവറും പിന്നെ സാവിയാണ് കേട്ടോ. അവരെ രണ്ടുപേരും റീൽസും നല്ല റീൽസ് ആയിരുന്നു. ഇവിടെ എക്സാം നടത്തുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എല്ലാം പ്രിപ്പയർ ആയിട്ട് വരണം. ഞാൻ ചിലപ്പോൾ ചോദിക്കുന്നത് ഒരു ലവ് ഫെയിലിയർ സിറ്റുവേഷൻ ആയിരിക്കും, ഒരു പാട്ടിട്ട് തരും, അതിന് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യണം. സെയിം ഡ്രസ് ഇട്ട് വീഡിയോ ചെയ്യരുത്. ഈ പ്രിൻസിപ്പൾ പറഞ്ഞേക്കുവാണ് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് കുട്ടികൾ ഓൺ വോയിസിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ടെ. ഈ തേപ്പ് കഥകളൊക്കെ ഇല്ലേ, അവിഹിത കഥകൾ, തേപ്പ് കഥകൾ, അതുപോലത്തെ കോണ്ടന്റ്സ് കുട്ടികളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കുട്ടികൾ റീൽസ് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം എക്സാം ആയിരിക്കും. എക്സാമിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കലിപ്പന്റെ കാന്താരി. സാവി ഇന്നലെ ചെയ്ത വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ലതായിരുന്നു. പോകുന്നതിന് മുമ്പ് എന്നെ വന്നൊന്ന് സ്റ്റാഫ് റൂമിൽ കാണട്ടോ, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചൊരു റീൽ ചെയ്യാം. പിന്നെ ടീച്ചർ ഇന്നലെ ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കറുപ്പ് തായ എനിക്ക് പിടിച്ച കളർ എന്ന് പറഞ്ഞിട്ട് പാട്ടിലൊരു വീഡിയോ ഞാൻ റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നാളെ വരുമ്പോൾ എല്ലാവരും അതുപോലെ ആ വർക്ക് ചെയ്ത് എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. മനസ്സിലായോ?